രാജ്യമെമ്പാടും വൻ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഒടുവിൽ ആദ്യമായി പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ ക്ഷേമത്തെക്കാൾ വലുതായി തങ്ങൾക്ക് മറ്റൊന്നുമില്ലെന്നും പരീക്ഷാ തട്ടിപ്പിൽ ഉൾപ്പെടെ മുഴുവൻ കുറ്റക്കാർക്കും കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമായി പ്രതികരിച്ചു. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗം ശിക്ഷ ഉറപ്പാക്കുന്നതിനായി രാജ്യത്തെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി തന്റെ സോഷ്യൽ മീഡിയ സന്ദേശത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയും അവരുടെ ക്ഷേമവുമാണ് സർക്കാരിന് മറ്റെന്തിനേക്കാൾ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി തന്റെ സോഷ്യൽ മീഡിയ സന്ദേശത്തിലൂടെ ആവർത്തിച്ചു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെയും ഭാവി പ്രതീക്ഷകളെയും തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയോ സംഘമോ ആവട്ടെ, അവരെ യാതൊരു കാരണവശാലും വെറുതെ വിടില്ലെന്നും കടുത്ത ശിക്ഷ അവർക്ക് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി തറപ്പിച്ചു പറഞ്ഞു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കിയ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടെ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ കാലതാമസമില്ലാതെ വാങ്ങി നൽകാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിനും രക്ഷിതാക്കൾക്കും ആത്മവിശ്വാസം പകരുന്ന രീതിയിലുള്ള ശക്തമായ നിലപാടാണ് വിഷയം വിവാദമായതിനു പിന്നാലെ പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അഴിമതിയിലും തട്ടിപ്പിലും ഉൾപ്പെടെ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അതിവേഗം വിചാരണ പൂർത്തിയാക്കാനും കടുത്ത ശിക്ഷ ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് നിർണായക നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിചാരണ നടപടികൾ ദീർഘകാലം കൊണ്ടുപോകുന്നത് ഒഴിവാക്കി അർഹമായ ശിക്ഷ എത്രയും വേഗം നടപ്പാക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങളാണ് ഭരണകൂടം ഒരുക്കുന്നത്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അർഹമായ ശിക്ഷ കാലതാമസമില്ലാതെ ഉറപ്പാക്കുന്നതിനായി രാജ്യത്ത് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സമീപിക്കാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സോഷ്യൽ മീഡിയ സന്ദേശത്തിലൂടെ ഔദ്യോഗികമായി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും അവർക്കെതിരെ അതിവേഗ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന കർശന മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി ഇതിലൂടെ നൽകിയിരിക്കുന്നത്. തട്ടിപ്പുകാർ നീതിപീഠത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും ഭാവി പ്രതീക്ഷയും തകർത്ത കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുന്നത് ഭാവിയിൽ ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നതിൽ നിന്നും പരീക്ഷാ മാഫിയകളെ പൂർണ്ണമായും തടയാൻ സഹായിക്കും. വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാവി വെച്ച് പന്താടുന്ന പരീക്ഷാ മാഫിയകൾക്കും അഴിമതിക്കാർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാനും മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനും കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിക്കുമെന്നും ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്നും പ്രധാനമന്ത്രി തറപ്പിച്ചു പറഞ്ഞു. പ്രധാനമന്ത്രി കൈക്കൊണ്ട ഈ ഉറച്ച നിലപാടും പ്രഖ്യാപിച്ച അതിവേഗ നിയമ നടപടികളും വരും ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ കൂടുതൽ വേഗത കൂട്ടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭാവിയിൽ ഇത്തരം അട്ടിമറികളും ക്രമക്കേടുകളും പൂർണ്ണമായും തടയുന്നതിനായി പരീക്ഷാ നടത്തിപ്പിൽ പുതിയ നിയമനിർമ്മാണങ്ങൾക്കും കർശന സുരക്ഷാ ക്രമീകരണങ്ങൾക്കും വഴി തുറക്കുന്നതാണ് സർക്കാരിന്റെ ഈ കടുത്ത തീരുമാനം. വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും കഠിനാധ്വാനവും ഭാവി പ്രതീക്ഷകളും വെച്ച് പന്താടുന്ന പരീക്ഷാ മാഫിയകൾക്കും അഴിമതിക്കാർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അർഹതയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കാനും ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാനും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ശ്രമിക്കുമെന്നും ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ഓരോ കുറ്റവാളിയും നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നും പ്രധാനമന്ത്രി ഉറപ്പു തരുന്നു. പ്രധാനമന്ത്രി കൈക്കൊണ്ട ഈ ഉറച്ച നിലപാടും പ്രഖ്യാപിച്ച അതിവേഗ നിയമ നടപടികളും വരും ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തും വേഗതയും ആകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഭാവിയിൽ ഇത്തരം ക്രമക്കേടുകളും അട്ടിമറി ശ്രമങ്ങളും പൂർണ്ണമായും തടയുന്നതിനായി ഈ സംവിധാനങ്ങൾ ഒരു കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.